കോളേജിന്റെ ഞാൻ പറയട്ടെ മോളേടാ, അത് ഞാൻ പറയട്ടെ, അത് ആർക്കും എന്തും പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല ആരും എന്തും പറയാമെന്നുള്ള ടൈമല്ല, അവളുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് അത് പറയുന്നത്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് ബിഷപ്പ് തന്നെയാണ്. അതായത് കിച്ചുവിനെയും ബിഷപ്പിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ടോപ്പിക്ക് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ വേറെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ബിഷപ്പ് ആദ്യം മെയിൻ സ്ട്രീമാർക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു. എന്നിട്ട് ബിഷപ്പ് ഈ പറയുന്ന കിച്ചു സുധിനെ വളരെയധികം മോശകരമായിട്ട് പറഞ്ഞു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന അച്ഛൻ, അതായത് ഈ ബിഷപ്പ് എന്താണ് ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യം, നല്ല കാര്യം തന്നെ, സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു രോഗമാണ്. അപ്പൊ ആ രോഗത്തിലുള്ള ഒരാളെ കൈപിടിച്ച് മേലോട്ട് കയറ്റുക, അവർക്ക് ആത്മബലം ഇതൊക്കെ കൊടുത്ത് അവർ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും വലിയൊരു കാര്യം തന്നെയാണ്. അതൊക്കെ അച്ഛന് നല്ലൊരു മനസ്സ്. കാരണം അച്ഛനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് നമ്മുടെ മീഡിയാസിന് മുമ്പിൽ വന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഈ രോഗിയായ ഈ സ്ത്രീ. അവര് ചെയ്തൊക്കെ മറന്ന് അച്ഛൻ അവരോട് ക്ഷമിക്കാൻ ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ വലിയ മനസ്സ് തന്നെയാണ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് തന്നെ ചെയ്യുന്നു. കാരണം അതിന് ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അച്ഛന് ആ ഒരു കാര്യത്തിൽ നല്ലൊരു ബിഷപ്പ് തന്നെയാണ്. കാരണം ഒരു വൈദികന്റെ ഇത് ബിഷപ്പ് നന്നായിട്ട് നിർവഹിച്ചു. പക്ഷെ ഒരാളെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ആ മകനെ താഴ്ത്തിക്കിട്ടേണ്ട ആവശ്യമുണ്ടോ അച്ഛാ? അതിന്റെ ആവശ്യമില്ല. അത് ആദ്യം അച്ഛൻ മനസ്സിലാക്കണം. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചാണ്. അച്ഛന്റെ വിചാരം സത്യം പറഞ്ഞാൽ എന്താണ്? ഈ കിച്ചു ചെയ്ത് ഭയങ്കര വലിയ അപരാധം എന്നാണോ അച്ഛന്റെ വിചാരം? ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ, ഈ പ്രശ്നം സത്യം പറഞ്ഞാൽ ആരെ സ്റ്റാർട്ട് ചെയ്തു? താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടി മാന്യമായിട്ട് ജോലി ചെയ്ത് ഒരാളെ കൊണ്ടും ഒരു ചീത്തവിടിയോ അതായത് ഒരു വേണ്ടാത്ത ഒരു സംഭവം ഒന്നും പറയിപ്പിക്കാതെ ആ കുട്ടി മാന്യമായിട്ട് അധ്വാനിച്ച് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ആ കുട്ടി ഇതുപോലെ തന്നെ ഒരു ഡ്രസ്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നല്ല രീതിയിൽ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനാണ് ആ കുട്ടി തീരുമാനിച്ചത്. അത് ആ രീതിയിൽ തന്നെയാണ് ആ കുട്ടി ഇപ്പോഴും പോകുന്നത്. അതായത് ഈ കുട്ടിയുടെ ഈ പറയുന്ന വളർത്തമ്മ കാരണം ഈ കുട്ടിയുടെ അച്ഛന്റെ ഒരു പേരിന് വളരെയധികം മോശപ്പെട്ട പേര് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയെ ഈ രീതിയിലൊക്കെ കാണിച്ചു കൂട്ടുന്നതും അതിനൊക്കെ വളരെയധികം മോശമായിട്ട് തന്നെ ഈ ഈ കിച്ചുവിന്റെ അച്ഛന് പേര് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അവര് ചെയ്തു വെച്ച പ്രവൃത്തികളൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല അല്ലെ? പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് പറയണ്ട. കാരണം വെച്ചാൽ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു രോഗത്തിനോട് മല്ലിടുകയാണ്. അപ്പൊ ആ രോഗത്തിൽ നിന്ന് അവർ കരകയറി വരണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അച്ഛൻ കാണിക്കുന്ന തെറ്റല്ലേ? ആ കുഞ്ഞിനെ എന്താണ് വീണ്ടും വീണ്ടും അച്ഛൻ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നത് കേട്ടായിരുന്നു. കിച്ചു ബൈക്ക് എടുത്തില്ല, ബൈക്ക് സ്റ്റേഷനിൽ തന്നെ ഇരിക്കണം, എന്നെ പോലീസുകാർ വിളിച്ച് ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്റെ പൊന്നച്ചോ, എന്തൊരു ഇഷ്യൂ ഉണ്ടാവണമെങ്കിൽ പോലും പോലീസുകാർ നമ്മളെ വിളിച്ച് അന്വേഷിക്കും. അതൊരു ആ കുട്ടി മദ്യപിച്ചാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കും പോലീസുകാർ വിളിച്ച് അന്വേഷിക്കും. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ജോലിയുടെ ഒരു പ്രോസസ്സാണ്. അതിന് അച്ഛൻ ഇത്ര വലിയ സംഭവമായിട്ട് വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അച്ഛന് പറ്റുമെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് സ്റ്റോറി ഒന്ന് പോയി കേൾക്കാം. അതിനകത്ത് ആ കിച്ചു എന്ന് പറഞ്ഞ പയ്യൻ പറയുന്നുണ്ട്, ഞാൻ മദ്യപിക്കുമായിരുന്നു, ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് എല്ലാം നിർത്തി എനിക്ക് നല്ലൊരു വഴിയിലോട്ട് പുതിയ ഒരു ജീവിതത്തിലോട്ട് വരണം എന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. ഒരു അച്ഛനും അമ്മയും ആരും ഇല്ലാത്തൊരു കുട്ടിയാണ് അച്ഛൻ. അതാ ബിഷപ്പ് ഒന്ന് മനസ്സിലാക്കാതെ തന്നെ. ഞാൻ എപ്പോഴും പറയണേ, മാതാപിതാക്കളല്ല അതായത് പാരന്റ്സ് ഉള്ള മക്കൾ വരെ വഴിതെറ്റി പോകുന്നു. അപ്പോഴാണ് ഈ ആദ്യമില്ലാത്ത ഈ കൊച്ചു വഴിതെറ്റി പോകാതിരിക്കാൻ എന്തോ ഒരു അടിസ്ഥാനം ഇരിക്കുന്നു. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. ആ കുട്ടി വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വന്നാലും വളർത്തമ്മ എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവര് നോക്കിയിരുന്ന ഈ മകൻ അതായത് ഈ കിച്ചു എന്ന കുട്ടി ആ ചെറിയ പ്രായത്തില് വഴിതെറ്റി പോകുമായിരുന്നു? ഒരിക്കലും ഇല്ല. അതൊക്കെ എന്തും ആയിക്കോട്ടെ, അവർക്ക് അവരുടെ ആ കൊച്ചിനെ നോക്കാൻ കഴിഞ്ഞാൽ ഓക്കെ, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ ഈ പ്രശ്നം എന്തൊക്കെ വന്നാൽ തുടങ്ങി വെച്ചതാരാ? ഒന്നിനും മിണ്ടാതിരിക്കുന്ന ആ കൊച്ചു, ഒരു പ്രശ്നത്തിനും പോകാതിരിക്കുന്ന ആ കുട്ടിയെ ഇത് സംഭവമാകുന്നില്ല. ഇവൻ ബിഗ് ബോസിൽ പോകും എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട്. അപ്പൊ ആ ബിഗ് ബോസിൽ പോണത് ഈ പറയുന്ന കുറച്ച് അവനെ എതിർക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കൊന്നും ഇഷ്ടമല്ല. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എന്താ, ആ കൊച്ചു ഒന്നും കൂടെ അറിയപ്പെടും. ഈ പറയുന്ന ആളുടെ ചാൻസും കാര്യങ്ങളൊക്കെ പോയിരിക്കും. അപ്പൊ പേടി, തുറന്നു പറയുകയാണെങ്കിൽ പേടി, അത് തന്നെയാണ് കാര്യം, അല്ലാതെ മറ്റൊന്നുമല്ല. പിന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗമായിരിക്കുമ്പോൾ പോലും എനിക്ക് ഇനാഗ്രേഷനും മറ്റുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നോളം ഞാൻ ചെയ്തോളാം എന്ന് പറയണേ. അപ്പൊ എന്താ, രോഗമുക്തി നേടണം എന്നതിനേക്കാളും താല്പര്യം എന്തിനോടാ? കാരണം ഫെയിം പോകരുത്, ഇപ്പൊ കാശ് പോകരുത് എന്നതിനോടൊക്കെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ട് നമ്മളൊക്കെ വന്ന് കുറ്റപ്പെടുത്തിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ഈ കിച്ചു എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരു നല്ല ഭാവി വരുന്നത് ഇവിടെ ആർക്കും തന്നെ ഇഷ്ടമല്ല. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നല്ലോ, യൂട്യൂബേഴ്സ് ആണ് ഈ പറയുന്ന താങ്കളും ഈ പറയുന്ന രേണുമായിട്ടുള്ള അടി ഉണ്ടാക്കിപ്പിച്ചേക്കുന്നത്, അല്ലാതെ താങ്കളും ഈ പറയുന്ന രേണുമായിട്ട് ഡയറക്റ്റ് യാതൊരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ലെന്ന്. അങ്ങനെയാണ് അച്ഛനോട് കാര്യം ചോദിക്കുന്നത്. അച്ഛൻ എന്തുകൊണ്ടാണ് എല്ലാ യൂട്യൂബേഴ്സിന്റെ റിയാക്ഷൻ വീഡിയോസിന് അതായത് ഫസ്റ്റ് കമന്റ് ഈ പറയുന്ന വ്യക്തിനെ കുറിച്ച് പറയാൻ നേരത്തെ ഫസ്റ്റ് കമന്റ് അച്ഛൻ്റെ ഉണ്ടാവുമല്ലോ? എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഈ പറയുന്ന റിയാക്ഷൻ വ്ളോഗേഴ്സിനൊക്കെ കുത്തിയിരുന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഒരു ലൈവ് വന്നാൽ ഞാൻ ലൈവില് അച്ഛനുണ്ടാവുമല്ലോ.
അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് അച്ഛോ അതൊക്കെ ഒന്ന് പറയാം. അപ്പൊ കുറ്റം മുഴുവൻ ലാസ്റ്റ് വന്നപ്പോഴത്തേന് റിയാക്ഷൻ ബ്ലോഗേഴ്സിന്റെ കയ്യിൽ അതെന്തായാലും കൊള്ളാം. ഈ പറയുന്ന ഈ കുട്ടി മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചതിനാണ് അന്ന് ഈ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിനിടയിൽ ബൈക്ക് വന്ന് തിരിച്ചെടുത്തില്ല. അതാണോ ഈ അച്ഛൻ പറയുന്ന ഭയങ്കര വലിയ കുറ്റം എന്ന് പറയുന്നത്? അതിനെന്താ എന്തുമാത്രം കേസുകൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന കിച്ചു എന്ന കുട്ടിയല്ല ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ആദ്യം അച്ഛൻ മനസ്സിലാക്കണം. കാര്യം അറിയാതെ വന്നിട്ട് ഈ ബളബളന്ന് അടിച്ചിട്ട് കാര്യമില്ല അച്ഛൻ. അച്ഛനായതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇത്ര മാന്യതയോടെ സംസാരിക്കുന്നത്. ഒരു ബിഷപ്പിന്റെ സ്ഥാനം നിൽക്കുന്ന ഒരാൾ നമ്മൾ അപമാനിക്കരുതല്ലോ. അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ പറയുന്ന കിച്ചുവിനോട് എന്താണ് താങ്കൾക്ക് ഇത്ര ദേഷ്യം വരാനാണ്? ആ കൊച്ചിനാകെ എനിക്ക് 1-2 തവണ താങ്കൾ കണ്ടിട്ടുള്ളൂ. താങ്കൾ തന്നെ ഈ പറയുന്ന ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന കിച്ചു നിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞേക്കണം വളരെ നല്ല അഭിപ്രായങ്ങളാണ്. എവിടെയും മോശമായിട്ട് രീതിയിൽ ഈ പറയുന്ന ബിഷപ്പിനെയോ ഈ പറയുന്ന ഫിറോസിനെയോ ആരെയും അടിച്ചു താഴ്ത്തി പറഞ്ഞിട്ടില്ല. എല്ലാം വളരെ നല്ല അഭിപ്രായം. പിന്നെ എന്തുകൊണ്ടാണ് ഒരാളുടെ വാക്ക് കേട്ടിട്ട് ഒരാൾ പറഞ്ഞു തന്നിട്ട് ആ കുട്ടീനെ കുറിച്ചിട്ട് എന്താ പറയുക ഒരു ഔട്ട്ലൈൻ അങ്ങ് നിർമ്മിക്കണേ സത്യം പറഞ്ഞാൽ കാര്യം അറിയാതെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ നിർത്തിട്ട് ആ കുട്ടി ഇങ്ങനെയാണെന്ന് താങ്കൾക്കൊരു ചിത്രം ഉണ്ടാക്കി തരണം. പക്ഷെ ആ കൊച്ചി ഇങ്ങനെ നല്ലെന്ന് താങ്കളൊന്ന് മനസ്സിലാക്കാതെ ഇപ്പൊ കേൾക്കാം സീമാജി നായർ. അയ്യോ എന്തൊരു മനുഷ്യപ്പറ്റുള്ള ഒരു സ്ത്രീ അവര്. എല്ലാവർക്കും അകമഴിഞ്ഞങ്ങ് സഹായം ചെയ്യുന്ന ഒരു പുള്ളിക്കാരി. അതായത് ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ്. അവരൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യണത്. അവർക്ക് അത് അവരുടെ ഏറ്റവും അവർക്ക് ഏറ്റവും സന്തോഷമേകുന്ന ഒരു സംഭവമായിട്ടാണ് അവർ ഈ ചാരിറ്റി ചെയ്യുന്നത്. പക്ഷെ അതുവരെ മുതലെടുത്ത ഒരാളെ ഈ പറയുന്ന വ്യക്തി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്തു കൂട്ടിയത് ഇവർക്ക് എന്തും പറയാമെന്ന ലൈസൻസ് ആണ് എല്ലാവരും കൊടുക്കണം. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു രോഗം വന്നു ചോദിച്ചിട്ട് വായി തോന്നുന്നു എന്തും വിളിച്ച് പറയും. ആ കൊച്ചിനെ കുറിച്ച് എന്തൊക്കെയാണ് ഒരു നല്ലൊരു അമ്മയായിരുന്നെങ്കിൽ ഇങ്ങനെ പറയോ സ്വന്തം മക്കളെ കുറിച്ച് ഇത്രയും വേണ്ടാതീനങ്ങൾ പറയോ? അത് എവിടെയാണ് ഫോണിൽ വിളിച്ച് സംസാരിക്കാനൊന്നും അല്ല നിന്നേക്കണത്. എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുക ആ ചെറുക്കന്റെ ഭാവി നശിപ്പിക്കണം എന്ന രീതിയിൽ. ആ ചെറുക്കൻ എന്തെങ്കിലും ഒരു മോശകാര്യത്തിനോ എന്തെങ്കിലും നിങ്ങളോട് ഒന്ന് ബഹളം ഉണ്ടാക്കണോ എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ? ഒന്നിനും നിൽക്കുന്നില്ല. എന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ അവൻ എന്തെങ്കിലും അവനൊന്ന് വാതു തുറന്നതിനാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവർ വന്ന് ഉണ്ടാക്കണം. അവനിപ്പോ ഒന്ന് മുഴുവനായിട്ടൊന്ന് വാതു തുറന്നിരുന്നെങ്കിലും കഷ്ടം എന്തൊക്കെ വന്നാൽ. ഇപ്പൊ സീമാജി നായർ അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ഹെൽപ്പ് ചെയ്തിട്ട് അവർക്ക് ഇതിനോട് ചീത്തപ്പേരട്ടെ. അതുപോലെ ശാരികയൊക്കെ എന്തറിഞ്ഞിട്ട് വന്ന് പറയണത്? സത്യം പറയാതെ ഈ ശാരികം കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരിന്ന് ബിഗ് ബോസ് പോയിട്ട് ഒരു ഗുണവും ഇല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് ഇറങ്ങി പോകുന്നു. അവരെന്താ ചെയ്തതെന്ന് അവർക്കൊരു തക്കതായ ഒരു ഇത് പോലും ഇല്ല. അവിടെ അവരുണ്ടായിരുന്നൊരു തെളിവ് പോലും ഇല്ലെന്ന് സത്യം പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇപ്പൊ ആ ഫെയിം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എന്തൊക്കെയോ വന്ന് കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഈ ശാരീരിക നിങ്ങൾക്കൊരു മകളുള്ളതല്ലേ? ആ മകളെ കുറിച്ച് ഒരാളിങ്ങനെ വന്നിട്ട് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കും. അപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ട് ആ കൊച്ചിന്റെ മേളിൽ അങ്ങ് കയറി ചെണ്ട പൊട്ടാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സാധിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തടുക്കാൻ അതിനൊരു 1000 നാവുകളും എന്തായാലും റിയാക്ഷൻ ബ്ലോഗീസുകളും കൂടി തന്നെ വരും. അതായത് നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പൊ സീമാജി നായരുടെ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ടോ. ഇവിടെയും എന്തുമാത്രം കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയേക്കും. ഒരാളെടുത്ത് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അതെന്തൊക്കെ 4th സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റേ ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ 2 വർഷം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. രേണുവിനെ സംബന്ധിച്ചിട്ട് ആ കുട്ടിയെ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുക ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എന്നാന്ന് ഷഫീന, ഒന്നിനും സമയമില്ല. കാരണം ഈ ഒരാളുടെ കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ കാര്യമുണ്ട്. അത് പലതും കടങ്ങളും അതും ഇതും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പലരെയും പിടിച്ചു നിർത്താനും ഇപ്പോഴും അവനെ ചികിത്സിച്ച വകയിൽ കടമുണ്ട്. അത് അവന്റെ ഫാമിലിക്ക് അറിയാം. അപ്പൊ ഇതെല്ലാം കിടന്നാകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും ഷഫീനയ്ക്ക് അറിയാതിരിക്കാം, ഞാൻ കുറെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ കയറണം എവിടെ കയറണ്ട, എങ്ങനെ പോയി ഒരു പേഷ്യന്റിനെ നമുക്ക് കാണാം എന്നുള്ളതെല്ലാം എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഞാൻ പറയട്ടെ മോളെടാ, അത് ഞാൻ പറയട്ടെ, അത് ആർക്കും എന്തും പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരും എന്തും പറയാമെന്നുള്ള ടൈമല്ല, അവളുടെ കൂടെ നിൽക്കുന്നവർക്കാണ് അത് പറയുന്നത്. എന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? നമുക്കിത് അറിയില്ലല്ലോ മോളെ, നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. ഒന്നാമത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഇവള് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഷഫീനയോട് പറയൂ, ആ ഫോട്ടോ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും എവിടെ പോയി സെർച്ച് ചെയ്താലും അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU അല്ല, അതറിയാൻ പറ്റും. അപ്പം ഇനിയിപ്പം
എങ്ങനെ ഒരു പരാതി എവിടെ പോയാലും അതാണെങ്കിലല്ലേ നമുക്കെതിരെ പരാതി വരുള്ളൂ. അല്ല അത് സീമയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം സീമയെ പോലുള്ളവരെയൊക്കെ അവള് വിളിപ്പിക്കുന്നതും അവിടെ സീമ പോയി കാണുമ്പോൾ ഫോട്ടോ എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നതും ഒക്കെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എല്ലാവരും ഇത് AI ആണോ എന്ന് അന്വേഷിക്കത്തില്ല. നമ്മൾ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാകും. മോളെ ഞാന് അത് മാത്രമല്ല നമുക്ക് പോലും ചേച്ചി സീമ ചേച്ചിയാണ് അതുപോലെ അത് എഡിറ്റർ ആണെന്ന് പറഞ്ഞപ്പോ ഞാനത് നോക്കിയപ്പോ ക്ലിയർ ആയി. എനിക്ക് ശരിക്കുള്ള ഫോട്ടോ സീമ ചേച്ചി കാണിച്ചപ്പോഴാണ് ഞാൻ അല്ല ഞാനത് നിനക്ക് അയച്ചു തന്നില്ലായിരുന്നു. കാരണം അതില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിന്റെ ICUവിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് എന്റെ സത്യമായിട്ടും എനിക്കതിന് ഇത് എന്തിനു ചെയ്തു എന്നറിയാമോ? ആ ചെക്കൻ ഹോസ്പിറ്റലിൽ ചെന്നില്ല. ICUവിനകത്തേക്ക് പോലും സീമയ്ക്ക് കയറാൻ പറ്റി. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ പോയി മുഖം കാണിക്കാൻ പോലും കിച്ചു തയ്യാറായി. ആ ചെറുകനെ ടാർഗറ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടീനെ നോക്കാനുള്ള ഒരു പയ്യനാണത്. ബോധവും വിവരവും ഇല്ലാത്തൊരു സ്ത്രീ. അതാണ് ഞാൻ ഒന്നും പറയണില്ല. ഷഫീന, ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുള്ളതുണ്ട്. ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ പുറകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസം ഷഫീന എന്റെ കൂടെ അല്ല മോളെ, നിങ്ങൾ ചെയ്യുന്നത് ഒരു ഗ്രേറ്റ് തിങ് ആണ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാനത് തുറന്നങ്ങ് പറയണത്. എനിക്കങ്ങനെ മറച്ചു വെക്കാൻ അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ പോലും തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പെണ്ണുങ്ങളല്ലേ. ഇപ്പം സീമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന സീമ പറഞ്ഞ് ഞാൻ റെഡി വാ കിടക്കാമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ സീമയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആ ക്യാരക്ടറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ സ്ത്രീയുടെ അടുത്ത് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരെന്റെ അമ്മയെ പറഞ്ഞതോ എന്നെ പറഞ്ഞോ എനിക്കതൊന്നും. ഇപ്പൊ വയ്യായ്മ വന്നപ്പോ ആ സ്ത്രീക്ക് വയ്യായ്മ ഉള്ളവരുടെ പെയിൻ എന്താണെന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസ്ഥ എനിക്കുണ്ട്. നമ്മൾ ഈ ബക്കറ്റൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കളിയാക്കും. മുള്ളി എന്നൊക്കെ പറഞ്ഞ് ഇവർ കളിയാക്കും. അത് നമ്മുടെ ഒരു അവസ്ഥയാണ്. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാൻ പോലും അങ്ങനെ ഒരു കാര്യം പറയാത്ത ആളാണ്. അപ്പൊ ഇതൊക്കെ